ഹലോ ഗൈസ്, അപ്പോൾ അത് നമ്മളൊരു ലോൺ വോൾഫ് ഹെഡ്ഷോട്ടുള്ളി കളിച്ചപ്പോൾ അത് നിങ്ങളും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാനും എൻ്റെ ടീംമേറ്റും കൂടിയാണ് കളിക്കുന്നത്. അപ്പോൾ ബാക്കി നിങ്ങളെന്നെ കാണും. ഗൈസ് ഇവിടെ 13 എടുത്തപ്പോൾ ഞാൻ എൻ്റെ ടീംമേറ്റിനെ വിളിച്ചു ഗൈസ്. കാരണം എനിക്ക് രണ്ടാളൊപ്പം ഇങ്ങനെ താങ്ങാനൊന്നും പറ്റില്ല. ഒരുത്തന്നെ ടാപ്പ് അടിച്ചപ്പോൾ തന്നെ മറ്റം വന്നു. അവനാണെങ്കിൽ എനിക്ക് നല്ല HP വന്നു. ജസ്റ്റ് ഒന്ന് ഗ്ലൂ വാളിട്ട് സൈഡ് കൂടി വയ്ക്കാൻ നോക്കി, പക്ഷെ അതൊന്നും നടന്നില്ല. ബാക്ക് പോയി ഒരു ജംപ് ഷൂട്ട് നോക്കാൻ നോക്കി ഗൈസ്, പക്ഷെ പറ്റിയില്ല ഗൈസ്. പിന്നെ നോക്കിയപ്പോൾ അത് ഹെഡ് എഴുതിയിട്ടുണ്ട്, ഒരു ഇമോട്ട് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ചെറുതായിട്ട് എഡിറ്റിങ് ചെയ്തിട്ടുണ്ട്, ഇഷ്ടപ്പെടുന്നൊന്നും അറിയില്ല ഗൈസ്. അത് കഴിഞ്ഞതിന് ശേഷം പിറ്റ് വേറെ റൗണ്ട്, അടുത്ത റൗണ്ട് എത്തി. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത്തൊക്കെ ഉണ്ടാവും, പരമാവധി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. അത് ഒരുത്തനെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നേരെ M8 ചാടി ഒരു 29 ഡാം എടുത്തു. ഞാൻ വിചാരിച്ചു മറ്റവൻ്റെ റേഞ്ച് പോയിരുന്നു, പക്ഷെ മറ്റവൻ മേലെ നിന്ന് ഡാം വരുന്നുണ്ടായിരുന്നു. ഇനി നമ്മളെ ടീംമേറ്റിനെ, അപ്പോൾ അവൻ നമ്മളെ ടീംമേറ്റിനെ കൊന്നു. ഞാൻ കയറി ചെന്ന് ഒരുത്തനെ ഡാമേജ് കൊടുക്കാൻ നോക്കി കേസ്, പക്ഷെ എനിക്ക് പറ്റിയില്ല. രണ്ടാളും ഒപ്പം ഇരുന്ന് നമ്മളെ കുത്തി പിടിച്ച് നോക്കുക കേസ്. സോറി, എന്നെ കൊന്നു. അപ്പോൾ ഇതിന് റിവെഞ്ച് എന്തായാലും കൊടുക്കുമെന്ന് വിചാരിച്ചങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ അതായത് ഇതിന് എന്തായാലും റിവെഞ്ച് എടുക്കും. ഡെസേർട്ടുകൾ എടുത്താൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ ഇതൊന്നും അവർ ഡെസേർട്ടുകൾ തന്നെ എടുത്തു ഗൈസ്. അപ്പോൾ ബാക്കി ഈ റൗണ്ട് ഞങ്ങൾ കാണും എന്താ നടക്കുകയെന്ന്. ഒരുത്തൻ കയറി വന്ന് അപ്പോൾ തന്നെ ഞാൻ തലക്കണ്ടിടിച്ചു കൊടുത്തു. പിന്നെ എനിക്ക് മനസ്സിലായി അവൻ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് മറ്റാണ്. ഞാൻ അവനെ കണ്ടില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനിങ്ങനെ ഇതൊക്കെ നിന്നപ്പോൾ നമ്മുടെ ടീംമേറ്റിന് ഒരു കില്ലും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് നേരത്തെ കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കും ഗൈസ്, കാരണം അവനക്ക് ഒരു കില്ലും കിട്ടിയിട്ടില്ല ഗൈസ്. അപ്പോൾ അവനൊന്ന് കില്ലെടുക്കട്ടെ വിചാരിച്ച് ഇവിടെ കുറച്ച് നേരം നിന്ന്. കുറേ നേരം കഴിഞ്ഞിട്ടും അവൻ കില്ലെടുക്കാതെ കണ്ടപ്പോൾ വെക്കണ്ട വിചാരിച്ചങ്ങനെ രണ്ടും മനസ്സിൽ അവസാനം വെക്കാൻ നിന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി അപ്പം തന്നെ ഗൈസ് അങ്ങേരത് അവനെ കൊന്ന്. എന്തൊരു ഇതാണല്ലേ. അതൊന്നും സീനില്ല ഗൈസ്. അടുത്ത റൗണ്ട് നമുക്ക് ഡബിൾ കില്ലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അവരല്ലേ കണ്ണെടുക്കാനുള്ളത്, എനിക്കറിയില്ല. അല്ല ഗൈസ്, അടുത്ത റൗണ്ട് ഈ ഡെസേർട്ടുകൾ തന്നെ ഇരിക്കാറല്ലേ. സോറി. അപ്പോൾ ഗൈസ് ഞാനിങ്ങനെ മൊമെൻ്റ് ഇട്ട് പോകുന്നുണ്ട്, കാരണം നമ്മൾ കയറിയപ്പോൾ തന്നെ അവർ നമ്മളെ കൊല്ലാതിരിക്കും. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഇറ്റങ്ങളിത് ഡ്രാഗ് ചെയ്ത് നെക്കി പിടിച്ച് ഡ്രാഗ് ചെയ്യാണ് ഗൈസ്. അതാണ് പ്രശ്നം. അത് കഴിഞ്ഞിട്ട് അവർ ഇമോട്ട് ഇട്ട് ഗൈസ്. അതിപ്പോൾ ആർക്കും ഇഷ്ടപ്പെടാൻ മറ്റേ ഫ്രീ ആയിട്ട് കൊടുത്ത സ്കിന്നോട്ട് ഗൈസ്. നിങ്ങൾ അതെടുത്തതാ, എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം 2 പൈസ ലോക്കും ചെയ്തില്ല. അപ്പോൾ അതാ ഈ റൗണ്ടിൽ 2 എണ്ണത്തിന് എടുക്കും എന്നുള്ളൊരു വാശിയിൽ പോയി ഗൈസ്. ഇമോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സെൻസി വേണ്ട ഒരു കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഈ ഒരു വീഡിയോക്ക് ഒരു 15 ലൈക്കായി നമ്മൾ സെൻസി കൊടുക്കുന്നതാണ്. കാര്യം കുറേ ആളുകൾ സെൻസ് ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സെൻസ് വേണ്ടവരൊക്കെ ഞാൻ കമൻ്റ് ഇടാം, ഞാൻ സെൻസ് തരുന്നതാണ്. അപ്പോൾ അതാ ഞാനവിടെ പോയപ്പോൾ എൻ്റെ ടീമത്തെ ഒരുത്തനെ അവർ രണ്ട് പേരും കൂടി കുത്തി പിടിച്ച് അങ്ങനെയൊക്കെയാണോ കൊന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെന്താ കാട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ഒരുത്തൻ വന്നു, ഓനെ നോക്കി, പക്ഷേ പറ്റിയില്ല. പക്ഷേ ഈ റൗണ്ടിൽ രണ്ട് ഷോട്ട് ഉണ്ട് മോനെ. വേറെ 2 ഉണ്ടാക്കി 2 എണ്ണത്തിനെയും എടുക്കുന്നൊരു ഷോട്ട് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ അവിടെ നിന്ന് മൊമെൻ്റ് എടുത്ത് ഇങ്ങോട്ട് വന്നിട്ട്, കാരണം അവൻ ഒരാളിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഒരുത്തൻ്റെ ശ്രദ്ധ മാറ്റിയതാ മറ്റവനെ എടുക്കാൻ വന്നപ്പോൾ അവനും അവിടെ എത്തി. ഞാൻ എന്താട്ടി നിറച്ച ഒരു ഗ്ലൂ വാൾ ഇട്ട് അങ്ങനെ കാക്കാൻ വിചാരിച്ചു, പക്ഷെ അങ്ങനെയും പറ്റുന്നില്ല ഗൈസ്. ഞാൻ ഇതിൽ വോയിസ് കൊടുത്തേന്ന് ഗൈസ്, പിന്നെ കളി കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് വോയിസ് വന്നിട്ടില്ല. എന്താ ഒരു ഷോട്ടിന് ഒരുത്തനെ കൊന്നു, മറ്റേ ഷോട്ടിന് മറ്റവനും കൊന്നു. കണ്ട ഇവിടെ ഒരു ചെറിയ എഡിറ്റൊക്കെ വരുത്തിയാണ്, ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് റൗണ്ട് എത്തിയിട്ടുണ്ട്. ഇതിൽ ഗൈസ് ഇത് 1 ടാപ്പ് പിടിച്ചപ്പോൾ എനിക്ക് തന്നെ എളുപ്പം. അപ്പോൾ ഞാൻ പറഞ്ഞു
10 ലൈക്ക് തന്നാൽ മതി. സോറി 15 ലൈക്ക് തന്നാൽ നമ്മളൊരു സെൻസി പാക്ക് ഗിഫ്റ്റ് ചെയ്ത് തരും. അതിൻ്റെ കൂടെ ഡ്രാഗ് എങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞുതരാം. പൈസ നിങ്ങൾ കളി. പൈസ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം ആദ്യമായിട്ടാണ്. ഇവൻ കുറേ നോക്കണം ഗൈസ്, പക്ഷെ ഇവനെന്താ അറിയില്ല ഗൈസ്. ഞങ്ങൾ കൊല്ലുന്നതല്ല, കൂടുതൽ ഇവനാണ് ഗൈസ്. ഇവനെന്തോ പാനൽ യൂസ് ചെയ്ത് കയറ്റണം എന്നറിയില്ല. പക്ഷേ ഒരു നോർമൽ കളിയാണ് ഗൈസ്, അങ്ങനെ പാനൽ അങ്ങനെയൊന്നുമല്ല ഗൈസ്. ഇപ്പം നമുക്ക് പറ്റുമെന്ന് അറിയില്ല. പ്ലീസ് നമ്മളിത് അവരത് M80 XM8 എടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒരെടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട് എടുത്ത് അപ്പോൾ നമ്മൾ നേരെ കയറി ചെന്ന് ഒരുത്തനക്ക് ഡാം എടുത്തു. അയ്യോ ഗൈസ്, 2 ഗ്ലൂകളൊക്കെ വേഗം എന്താ അറിയില്ല. മറ്റവനെ എടുക്കാൻ നോക്കിയപ്പോൾ അവനെടുത്തു, മറ്റവനെ അപ്പം തന്നെ എടുത്തു. അപ്പോൾ ഗൈസ് എന്നിട്ട് വേറൊരുത്തൻ വന്നു ഗൈസ്, അവന് വെക്കാൻ പറ്റിയില്ല. ഞാനൊന്ന് ചെറുതായിട്ട് അപ്പുറത്തെത്തിയപ്പോൾ അവൻ അപ്പുറത്തുനിന്ന് അവിടെ എത്തി. നമ്മൾ വിട്ടെടുക്കും ഇല്ലേ ഗൈസ്. ഒന്ന് കൊന്നിട്ട് ഇങ്ങനെ മൊമെൻ്റ് ഇട്ട് കാണിക്കുന്നുണ്ട്, പിന്നെ ഒരു ഇമോട്ട് കൊണ്ട് ഇട്ട് കാണിച്ചെടുത്ത്. ഇപ്പോൾ ഗൈസ് ഈ കളി കഴിയുന്ന മുമ്പ് തന്നെ എൻ്റെ ലാഗ് വന്ന് കണ്ടു ഗൈസ്. കാരണം എന്താ വെച്ചാൽ എന്താ പറയുക, ഇത് ഫുള്ളായിരുന്നു ഗൈസ് സ്റ്റോറേജ്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഗൈസ് ടാറ്റ ബൈ.